നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വി കെ ഷോർട്ട് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഒരു നല്ലൊരു സിനിമ ഞാൻ കണ്ടു. ഞാനും ഫാമിലിയായിട്ട് കണ്ടു. വിചിത്രമായിട്ട് തോന്നിയ ഒരു സിനിമയാണ് കൽക്കി 2898 AD. വളരെ മനോഹരമായിട്ടൊരു സിനിമയാണ്. ഈ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ നിങ്ങൾ നിൽക്കരുത്. വലിയ TV കാണാൻ നിങ്ങൾ നിൽക്കരുത്. കണ്ടാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. 3D തന്നെ കാണണം. അത് ഒന്നുകൂടി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3D കണ്ടാലാണ് അതിൻ്റെ ആ ഒരു സിനിമയുടെ രസകരമായ ഒരു അനുഭവം നമുക്ക് കിട്ടും. കാരണം അത്രയും മനോഹരമായിട്ടാണ് ആ സിനിമ സംവിധാനം ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ഷോട്ടുകളും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ സിനിമയിൽ ഇന്നോളം ഇത്തരത്തിലുള്ള സിനിമ ഇറങ്ങിയിട്ടില്ല. അത്രയും മനോഹരമായിട്ടൊരു സിനിമയാണ്. പ്രഭാസ് നായകനായി എത്തിയ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നല്ല കലാകാരന്മാർ അണിനിരന്നൊരു സിനിമ കൂടിയാണ്. അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദുൽഖർ സൽമാൻ. ഇന്ത്യൻ സിനിമയിലെ ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ ശോഭന, അതുപോലെ തന്നെ ഇപ്പോൾ പുതുമുഖങ്ങളായി ഇട്ടുള്ള അന്നാബൻ, അതുപോലെ തന്നെ നമ്മളെ ബോളിവുഡിൽ നിന്നും ദിഷ പട്ടാണി, ദീപിക പദുകോൺ, അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളും പെർഫെക്റ്റ് അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള നല്ല കലാകാരന്മാരും അണിനിരന്ന ഒരു മനോഹരമായ ഒരു സിനിമയാണ്. കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു കഥയാണ്. എനിക്ക് തോന്നുന്നു കഥയില്ല എന്ന് പറയുമ്പോൾ ഈ കഥ ഉണ്ടാക്കിയെടുത്ത ഇതിൻ്റെ ഡയറക്ടർ നാഗു അശ്വിൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ 10 കൊല്ലത്തിൻ്റെ കാത്തിരിപ്പാണ് ഈ സിനിമ എന്നാണ് പറയുന്നത്. ആ 10 കൊല്ലം എന്ന് പറയുന്നത് വെറുതെ ആയിപ്പോയില്ല. വളരെ രസകരമായിട്ടാണ് ഈ സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ സിനിമയുടെ എൻഡ് വരെ നമ്മൾ ഒരു ബോറടി ഇല്ലാണ്ട് കാണാം. എന്തിനാ പറയുന്നത്, ശ്രീഹരി എൻ്റെ മോൻ, അവൻ ചിപ്സും അതുപോലെ തന്നെ മറ്റേ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം പോലും കഴിക്കാഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ കാണുന്നത്. അത്രയും ഒരു സീൻ പോലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അത്രയും രസകരമായിട്ട് ഓരോ സീനും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ മുന്നേറുന്നത്. കഥയിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. കാരണം ഇതൊരു സസ്പെൻസായിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതപ്പെടണം. ഓൾറെഡി യൂട്യൂബിലൊക്കെ ഇതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കഥയൊന്നും പറയുന്നില്ല. ഈ സിനിമ കാണാൻ നിങ്ങളോട് പറയുന്നു. വളരെ നല്ല സിനിമയാണ്. സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ രസിപ്പിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വേൾഡ് സിനിമയിൽ പോലും ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങാൻ സാധ്യതയില്ല. അത്രയും രസകരമായിട്ടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, ഉറപ്പാണ്. അതും ഇതിലും മനോഹരമായി തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസർക്കും ഇത് ഏകദേശം 600 കോടി രൂപ ചിലവിട്ടിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. 600 കോടി നിന്ന് പോരാൻ തോന്നും. അത്രയും വലിയ ഫ്രെയിമുകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, ആർട്ട് വർക്ക് ചെയ്ത കലാകാരന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. എങ്ങനെ ഇതൊക്കെ സാധിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ്. കാരണം ഇത് കൊറോണ സമയത്താണ് ഷൂട്ടിങ് ആരംഭിച്ചിട്ടുള്ളത്. 1 വർഷം ഇതിൻ്റെ ഷൂട്ടിങ് മുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൈദരാബാദിലുള്ള ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് നടന്നിട്ടുള്ളത്. വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. നല്ല സിനിമ എന്ന് തന്നെ പറയാം. ആർക്കും ബോറടിക്കില്ല. നല്ല എഫക്റ്റുള്ള തിയേറ്ററിൽ പോയി കാണാം. അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല 3D തന്നെ കാണാം. 2D കാണരുത്. 2D കണ്ടിട്ട് കാര്യമില്ല. കുറച്ച് മഹാഭാരതത്തിൻ്റെ യുദ്ധത്തിൻ്റെ സീനുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരും ആ ഒരു സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ. മനോഹരമായൊരു സിനിമയാണ്. തീർച്ചയായിട്ടും കാണണം. കണ്ടിരിക്കേണ്ട സിനിമയാണ്. OTT അതോ മറ്റേ വലിയ TV കാണാൻ ശ്രമിച്ചിട്ടൊരു കാര്യമില്ല. 3D തന്നെ കാണണം. 3D കാണണം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിനിമ കാണണം എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഒരു പരസ്യമൊന്നുമല്ല അത്. നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ബൈ.